നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങുന്നുവെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ടൊരു പുതിയ വിവരം. രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. 11 സീറ്റുകൾ അധികമായി ഘടിപ്പിച്ചു. എസ്കലേറ്റർ, പിൻഭാഗത്തെ ഡോർ എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. അഖില CP നൽകും ആ വിവരങ്ങൾ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും യാത്ര ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ബസ് ഇനി KSRTCയിലെ VIP അല്ല, പുതിയ മാറ്റങ്ങൾ വരുത്തി സൂപ്പർ ഡീലക്സ് ആയി നിരത്തിലിറങ്ങാൻ പോവുകയാണ്. അതായത് ആദ്യം ബസ്സിൽ വെറും 26 സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 11 സീറ്റുകൾ അധികമായി ആഡ് ചെയ്ത് ഇപ്പോൾ 38 സീറ്റുകളുണ്ട്. അപ്പോൾ നിരവധി മാറ്റങ്ങൾ വരുത്തി. 2 ഡോറുകൾ ഉണ്ടായിരുന്നു ബസ്സിൽ, പക്ഷേ പിൻവശത്തെ ഡോറ് പൂർണ്ണമായും ഒഴിവാക്കി ഒരു ഡോറ് മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. പിറകു വശത്തായിട്ട്, അതായത് രണ്ടാമത്തെ ഡോറിൻ്റെ പിറകു വശത്തായിട്ട് വാഷിംഗ് ഏരിയയും ബാത്റൂമുമായിരുന്നു. പക്ഷെ ബാത്റൂം അതുപോലെ തന്നെ നിലനിർത്തി വാഷിംഗ് സ്പേസ് ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അതായത് നവകേരള ബസ് KSRTC കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തിയിരുന്നു. പക്ഷേ അധികം ആളുകളൊക്കെ കുറവായിരുന്നു. വെറും 10-15 യാത്രക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചില ദിവസങ്ങളിൽ യാത്രക്കാർ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സർവീസ് വരെ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന നിരക്കും മറ്റൊരു കാരണമായിരുന്നു. അതായത് 1280 രൂപ വരെയാണ് ഈടാക്കിയിരുന്നത്. പക്ഷേ ഇനി ഇതിൽ നിന്ന്, അതായത് സൂപ്പർ ഡീലക്സ് ബസ്സാക്കി മാറ്റിയപ്പോൾ ഇനി അത് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും, അതായത് ഔദ്യോഗിക തീരുമാനങ്ങളാവുന്നതേ ഉള്ളൂ. നിരക്കുമായി സംബന്ധിച്ച് എന്ന് ഇത് നിരത്തിലിറങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എന്നിരുന്നാലും പുതിയ മാറ്റങ്ങളോടെ വീണ്ടും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ നവകേരള ബസ് വീണ്ടും നിരത്തിലിറങ്ങാൻ പോവുകയാണ്.